ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ മലമുകളിലേക്കൊരു യാത്ര പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മലമുകളിലെ യാത്ര, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഞങ്ങൾ കുറേ പേര് ചേർന്നാണ് മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്നത്. പല പ്രായത്തിലുള്ള ആൾക്കാർ, കുട്ടികളുണ്ട്, ഞങ്ങൾ മുതിർന്നവർ, അമ്മമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ മലയുടെ മുകളിൽ കയറാനായിട്ട് തന്നെ തീരുമാനിച്ചു. നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളിയായിട്ടുള്ളൊരു പ്രകൃതിയുടെ ഒരു സൗകുമാര്യമാണ് നമുക്കവിടെ നുകരാനായിട്ട് സാധിക്കുന്നത്. വളരെ രസകരമാണ് ഈ മലയുടെ മുകളിൽ. ഞങ്ങൾ ആദ്യം മല കയറാനായിട്ട് പോയപ്പോൾ നല്ല മഞ്ഞ് നിറഞ്ഞ ഒരു കാലാവസ്ഥയായിരുന്നു. ആ മഞ്ഞത്ത് ഞങ്ങൾ ആ മലയുടെ മുകളിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ചനമിന്നം, ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യാനായിട്ട് തുടങ്ങി. എന്തായാലും ഞങ്ങൾ 3-4 കുടയൊക്കെ കയ്യിൽ കരുതിയിരുന്നത് കൊണ്ട് അങ്ങനെ മഴ നനയാതെ രക്ഷപ്പെട്ടു. ഞങ്ങളതിൻ്റെ മുകളിൽ കയറി എല്ലാവരും മലമുകൾ ആസ്വദിച്ചു. അതുപോലെ തന്നെ ആ മലയടിവാരത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര മുകളിലാണ് കയറി നിൽക്കുന്നതെന്ന് ഒരു വലിയൊരു ആശ്ചര്യം തന്നെയാണ്. മലമുകളിൽ ചെന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറേ നേരം ആ കുടയും ചൂടി നിന്ന് സൊറ പറഞ്ഞ് കുറേ നേരം പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് ആ തണുപ്പത്ത്, നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ കോടമഞ്ഞ്, ചാറ്റമഴ, ഇതൊന്നും വകവയ്ക്കാതെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറി. അങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങളവിടെ ആസ്വദിച്ചു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മലമുകളിലേക്കുള്ള യാത്ര. മഞ്ഞിൻ്റെ പുതപ്പണിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ വീണ്ടും കോടമഞ്ഞ് അണിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ വീണ്ടും മല കയറാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ മലയുടെ മുകളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. രാമച്ചത്തിൻ്റെ കുളരണിയിക്കുന്ന സുഗന്ധമാണ് ഇവിടെയുള്ളത്. ഈ പുല്ലുകൾക്കെല്ലാം നല്ല സുഗന്ധമാണ്. ആ പുല്ലുകൾ നമ്മൾ ഒന്ന് കൈകൊണ്ടൊന്നും ചിരടി മൂക്കിൽ വെച്ച് നോക്കുമ്പോൾ നല്ല സ്മെല്ലാണ്, അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അണച്ചും കിതച്ചുമൊക്കെ ഞങ്ങൾ മല ക്ലൈംബ് ചെയ്തു. അവിടെ ചെന്ന് കഥ പറച്ചിലുകളും കഥകളും കവിതകളും ഓരോരുത്തരും തങ്ങളുടേതായിട്ടുള്ള സംഭാവനകളെല്ലാം നൽകി. എല്ലാവരും അതിൻ്റെ മുകളിൽ കയറി. അതിൻ്റെ മുകളിൽ കയറി എല്ലാവരും പൊട്ടിച്ചിരിയും കഥ പറച്ചിലുകളും ഒക്കെ ആയിട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ മനോഹരമായിരുന്നു. മനസ്സ് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ മനോഹരമാണ്. നിങ്ങൾക്കും ഇതുപോലൊരവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സുഹൃത്തുക്കളുമായിട്ട് ഇതുപോലുള്ള മലമുകളൊക്കെ കയറുന്ന ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. മനസ്സിന് വളരെ ഊർജ്ജം നൽകുന്ന രസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒരേ വൈബുള്ള ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ആ സമയത്ത് നല്ലൊരു കാലാവസ്ഥയായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏറെ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങളെല്ലാവരും മടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി ഞങ്ങൾക്ക് താഴേക്ക് പോകണം. ബൈ ബൈ, താങ്ക് യു.